ഓട്ടോ ടാക്സി ഓട്ടോറിക്ഷ ഓടിക്കുന്ന എല്ലാ മേഖലകളും ഒരു ഗുണമില്ലാത്ത കാര്യമാണ് കേട്ടോ പറയാൻ പോണത്. ഒന്ന് GPS, രണ്ട് ക്ഷേമനിധി. ഇതുകൊണ്ട് എന്താണ് ഈ ഡ്രൈവർമാർക്ക് ഗുണസ്റ്റ? വെറുതെ ഈ പാവങ്ങളെ, അതായത് പട്ടിണി പാവങ്ങളെ പറ്റിക്കുക എന്ന് പറയില്ലേ, ഈ ക്ഷേമനിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ GPS എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലൊക്കെയാണ്. ഈ റെന്റിന് കൊടുക്കണ കാറുകള്, അതുപോലെ തന്നെ റെന്റിന് കൊടുക്കണ ടാക്സി കാറുകള്, അവർക്കൊക്കെ ഓക്കെയാണ്. അല്ലാതെ യാതൊരു വക ഗുണം ഒരു ഓട്ടോ ടാക്സി ഓടിക്കണമെന്ന് ഇതുകൊണ്ടില്ല. മനസ്സിലായ? വെറുതെ, അതായത് ഒരു ഒരു ഓരോ വർഷത്തില് ഈ കാശ് പിടുങ്ങുക. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തരട്ടാ, ഞാൻ എൻ്റെ വണ്ടി ടെസ്റ്റിന് കൊണ്ടുപോയപ്പോഴേ, നമ്മുടെ മെഡിക്കൽ കോളേജ് ഭാഗത്താണ് ടെസ്റ്റ്, മുളന്താവ്. അവിടെ പോയപ്പോണ്ട് ഒരാള് കൂൾ ഫിലിം അടിച്ചിട്ട് കാറ് കൊണ്ടിട്ടേക്കണ്. അപ്പൊ തന്നെ വെഹിക്കിൾ അയാളങ്ങോട്ട് വിളിച്ചിട്ട് ഫൈൻ അടിച്ചു കൊടുത്തു. ഒരു 2500 വരും ഫൈൻ അന്ന് അടിച്ചത്. ഞാൻ എന്റെ കൺമുന്നാലെ കാണുകയാണ് കേട്ടാ. അപ്പൊ ആള് പറയണതാണ്, ആ ഡ്രൈവറെ അടുത്ത് പറയുന്നതാണ്, നിങ്ങൾ ഈ കൂൾ ഫിലിം അടിച്ചിട്ടില്ലേ, ഈ കൂൾ ഫിലിം നിങ്ങൾ അടിച്ചിട്ട് ഇത് വല്ല കുളത്തിലേക്കോ പുഴയിലേക്കോ വണ്ടി പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഗ്ലാസ് പൊട്ടിക്കാൻ പറ്റില്ലെന്ന്, കൂൾ ഫിലിം ഉള്ള കാരണം കൊണ്ട്. ശരി, ആള് പറഞ്ഞത് ഓക്കെ. എത്ര വണ്ടികൾ ദിവസം കുളത്തിലേക്കും ഈ പുഴയിലേക്കും ചാടുന്നുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാള് പറഞ്ഞൊരു ഉദാഹരണമാണ്. എന്ത് ന്യായാണ് ഇത് പറയണത്? വർഷത്തിലോ അല്ലെങ്കിൽ 6 മാസം കൊണ്ട് പോയതെങ്കിലും ഒരു വണ്ടി തോട്ടിലേക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് ഇത് ഈ സകല ടീമിനും പണി കൊടുക്കണ ഇവര്. മനസ്സിലായ? അതായത് എന്നും ഈ ഒരു അപകടം അവിടെ നടക്കണില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം, ഇതെന്നും ഈ കാറും ബൈക്കും ഒക്കെ തോട്ടിലേക്ക് പോകാന്ന് കഴിഞ്ഞാൽ ഈ കൂൾ ഫിലിം അടിക്കരുത്, ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റില്ല, അത് കാരണം കൊണ്ടാണ് നിങ്ങളെടുത്ത് കൂൾ ഫിലിം അടിക്കരുത് എന്ന് പറയാം. ഈ കൂൾ ഫിലിം ഇല്ലാത്തതിന്റെ ദോഷം ഇവർക്ക് മനസ്സിലാവില്ല. എന്താ കാരണം എന്നറിയൂ? ഇതിപ്പോ ഡ്രൈവർ ഒരു സൈഡിലേക്ക് പോകണമെന്ന് ഒരു സൈഡിൽ നിന്ന് വെയിലാന്ന് കഴിഞ്ഞാൽ വെയിലടിച്ചിട്ട് കണ്ണും കാണില്ല, മുഖം ഈ സൈഡൊക്കെ പൊള്ളും. അത് ഇവർക്ക് മനസ്സിലാവണില്ലേ? ഈ കൂൾ ഫിലിം അടിച്ചു കഴിഞ്ഞാലാ ഈ ഡ്രൈവർമാർക്ക് ഒരു വെയിലടിക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഇയാൾക്ക് മനസ്സിലാവില്ലേ? നമുക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ, വെഹിക്കിൾമാരല്ലേ, അവര് ലോകത്തില്ലാത്ത ഫൈൻ അടിച്ചു തരും. ഇതാണ് അവരുടെ മെയിൻ സംഭവം. പിന്നെ നമ്മുടെ ക്ഷേമനിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്കൊരു പിടുത്തം കിട്ടണില്ലേ. ഇപ്പൊ ഒരു 5 വർഷമോ 10 വർഷം 15 വർഷം വണ്ടിയുടെ കാലാവധി ഉള്ളൂ. ക്ഷേമനിധി 60 വയസ്സിലാവുമ്പോഴെ പെൻഷൻ നമുക്ക് കിട്ടുകയെന്ന് പറയുന്നത്. പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇത് ഈ ഗവൺമെന്റിൽ ജോലി ചെയ്യണവരില്ലേ, അവരേന്ന് പിടിച്ചിട്ട് അവരുടെ കാശ് തന്നെ അവർക്ക് പെൻഷനായിട്ട് കൊടുക്കുക. അല്ലാണ്ട് ഈ പട്ടിണി പാവങ്ങള് 10-15 കൊല്ലം ഒരു വണ്ടി ഓടിക്കും, അത് കൊടുക്കും, ചിലപ്പോ ആ ഫീൽഡ് അതോടുകൂടി നിർത്തും. അങ്ങനെയുള്ളവറ്റെങ്കിൽ ഈ ക്ഷേമനിധി അടച്ചിട്ട് എന്താ കാര്യം? ഞാനത് ചോദിക്കണത്. ഈ ക്ഷേമനിധി കൊണ്ട് ശരിക്കും ഗവൺമെന്റിന്റെ ഒരു പാവം മനുഷ്യൻ വെയിലത്ത് കിടന്ന് ഓട്ടർഷ ഉന്തി ഒരു 10 രൂപയുടെ കാശ് അവന്റെ കുടുംബം തന്നെ ജീവിക്കാൻ പറ്റണില്ല. മനസ്സിലായോ? കുടുംബം തന്നെ കടം പ്രാരാബ്ദമായിട്ട് നിൽക്കണത്. എന്നിട്ട് അവസാനം അതിന്റെ ആ ഒരു ഓട്ടർഷയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു 19 വയസ്സിൽ ഒരു ഓട്ടർഷ എടുത്തിട്ട് 60 വയസ്സ് വരെ ഒരു ഓട്ടർഷ ഓടിച്ചു പോകാൻ പറ്റില്ല. മനസ്സിലായ? അത് അതിന്റെ കാലപ്പഴക്കം വരുമ്പോ അത് വിൽക്കും. അപ്പൊ ആ ഫീൽഡിൽ നിന്ന് ചിലപ്പോ പോരും. മനസ്സിലായി? ഇത് തുടർന്ന് പോണവരൊന്നും ഇല്ല. അപ്പൊ 100-ല് ഒരു 10% ആള് പോലും ഈ ക്ഷേമനിധി തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല. മനസ്സിലായ? അപ്പൊ മാക്സിമം ഈ 90% ആൾക്കാരിൽ നിന്ന് കാശ് അങ്ങോട്ട് ഖജനാവിലേക്ക് അങ്ങോട്ട് പിടിച്ചു മേടിക്കുക, എന്നിട്ട് ഗവൺമെന്റ് ജോലിക്കാർക്ക് അങ്ങോട്ട് പെൻഷൻ കൊടുക്കുക. ഇതാണ് ഈ നാട്ടിൽ നടക്കണത്. മനസ്സിലായ? ഇതൊന്നും പറയാനും കേൾക്കാനും ഒരാളില്ല. ഒരു നേതാവ് പോലും നമുക്ക് വേണ്ടിയിട്ട് ബാധിക്കാനോ പറയാനോ ഒരാളും ഇല്ലാന്ന്. കുറെ യൂണിയനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ചോദിക്കാം ഗവൺമെന്റിന്റെ അടുത്ത്, ഇതെന്തിനാണിത്? ഈ ക്ഷേമനിധി എന്തിനാ? ഒരു ഉപകാരമില്ലാത്തതിന്. സത്യം പറയാൻ ഇപ്പൊ നിലവിൽ അടച്ചവരൊക്കെ വിട്ടു, ഇത് നിർത്തി കഴിഞ്ഞാലും